മണിപ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥയും അടിയന്തര ആവശ്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ല്യൂമോൺ എഴുതിയ കത്ത് ചർച്ചയാവുകയാണ്. പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കരകയറാൻ എല്ലാ മനുഷ്യസ്നേഹികളും ഒത്തൊരുമയോടെ കൈകോർക്കേണ്ട സമയമാണിതെന്ന് ആർച്ച് ബിഷപ്പ് കത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ദുരിതക്കയത്തിൽ അകപ്പെട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് പാവപ്പെട്ടവരെ തിരികെ സുരക്ഷിതമായി സ്വഭവനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഇംഫാൽ അതിരൂപതയുടെ പരിശ്രമങ്ങൾക്ക് ശക്തി പകരണമെന്നും അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. കത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് 2023 മെയ് 3 മുതൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്തക്ക വിധത്തിലുള്ള അക്രമ സംഭവങ്ങളും അസ്വസ്ഥതകളുമാണ് ഒരു കൊടുങ്കാറ്റ് പോലെ മണിപ്പൂരിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇംഫാൽ കത്തോലിക്ക അതിരൂപത അത്യന്തം വേദനിക്കുകയും ദുഃഖിക്കുകയും അതിലേറെ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. ഒട്ടേറെ ജീവനുകൾ നഷ്ടമായി, ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു, വസ്തുവകകൾ തകർക്കപ്പെടുകയും മോഷ്ടിക്കുകയും ചെയ്തു, ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും മലിനമാക്കപ്പെടുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാവുകയും നാടുവിടാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അവർ മിലിട്ടറി ക്യാമ്പുകളിലും മറ്റ് അഭയകേന്ദ്രങ്ങളിലും യാതന അനുഭവിക്കുന്നു. തലസ്ഥാനമായ ഇംഫാലും സംസ്ഥാനം തന്നെയും വിട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയവരും നിരവധി. മലമുകളിൽ അഭയം തേടിയിരിക്കുന്നവർ തിരികെ താഴ്വരയിലേക്ക് പോകാൻ ഭയപ്പെടുകയാണ്. ചുരുക്കിപ്പറഞ്ഞാൽ ഭീതിയും അനിശ്ചിതത്വവും നിരാശയുമാണ് എല്ലായിടത്തും. സംഭവിച്ചവയ്ക്ക് പിന്നിലെ ചില കാരണങ്ങൾ ഇപ്രകാരമാണ്. കുറച്ചധികം കാലമായി നിലനിന്നിരുന്നതും സാവകാശം വളർന്നു വന്നതുമായ അനിശ്ചിതത്വങ്ങളും ആശങ്കകളും വികാരങ്ങളും ഈ സമൂഹത്തിലുണ്ടായിരുന്നു. പട്ടികവർഗ സംവരണമെന്ന മെയ്തൈ വിഭാഗത്തിന്റെ ആവശ്യവും അതിനോടുള്ള ആദിവാസി വിഭാഗങ്ങളുടെ കടുത്ത എതിർപ്പും. ഈ ആവശ്യത്തെ നിരവധി മെയ്തൈ രാഷ്ട്രീയ നേതാക്കളും എംഎൽഎമാരും പിന്തുണച്ചിരുന്നു. ട്രൈബൽ സ്റ്റുഡന്റ് ഓർഗനൈസേഷനും മറ്റ് വിവിധ സംഘടനകളും ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മെയ്തൈ വിഭാഗത്തിന്റെ ഈ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ശുപാർശ സമർപ്പിക്കാൻ മണിപ്പൂർ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതും അതിനോടുള്ള ആദിവാസി വിഭാഗങ്ങളുടെ എതിർപ്പും വിയോജിപ്പും. സംരക്ഷിത റിസർവ് വനമേഖലകളുമായി ബന്ധപ്പെട്ട് സർവേ നടത്താനുള്ള സർക്കാർ ഉദ്യമം. ഹില്ലേരിയ കമ്മിറ്റിയുടെ അനുമതി കൂടാതെയുള്ള ഇത്തരം വിഭാഗീകരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സർവേ നടത്തുന്നതിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. വനമേഖലകളിൽ നിന്ന് ചില ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതും മുഖ്യമായും കുക്കി വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഗ്രാമങ്ങൾ അവരെ രോക്ഷാകുലരാക്കിയിരുന്നു. രാമാനന്ദ എന്ന വ്യക്തി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വർഗീയ വിദ്വേഷം ജ്വലിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചതും ഒപ്പം തങ്ങളുടെ സ്വത്വവും സംസ്കാരവും മതവിശ്വാസവും സംരക്ഷിക്കുമെന്ന് ഒരു വിഭാഗം മെയ്തികൾ പ്രതിജ്ഞയെടുത്തതും. മെയ്തൈ വിഭാഗവും കുക്കി, ചിൻ, മിസോ വിഭാഗവും തമ്മിൽ ഭിന്നതകൾ നിലനിന്നിരുന്നു. ജനങ്ങളുടെ അവസ്ഥ. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പ്രശ്നങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു കാരണം പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണത നിലനിൽക്കുന്നത് അവസ്ഥയെ കൂടുതൽ മോശമാക്കിയിരിക്കുന്നു. ഒട്ടേറെ ജീവനുകൾ ഇതിനകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. താഴ്വാരങ്ങളിലുള്ള നിരവധി ചെറുതും വലുതുമായ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർ വീട് വിട്ടോടി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു. മലയോര മേഖലകളിലും മലമ്പ്രദേശത്തുമായുള്ള ക്യാമ്പുകളിൽ ഏകദേശം 45,000 പേർ കഴിയുന്നു എന്നുള്ളതാണ് കണക്ക്. പടിഞ്ഞാറൻ ഇംഫാലിൽ 13,800 പേർ, കിഴക്കൻ ഇംഫാലിൽ 11,800 പേർ, ബിഷ്ണുപൂരിൽ 4,500 പേർ, ചുരാചന്ദ്പൂരിൽ 5,500 പേർ, കാങ്പോക്പി ജില്ലയിൽ 7,000 പേർ എന്നിങ്ങനെയാണ് ഏകദേശ കണക്കുകൾ. ഇതിനകം സർക്കാർ അനേകരെ സ്വന്തം ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ കണക്കുകൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമായവയാണ്. യഥാർത്ഥ എണ്ണം ഇതിലും ഏറെയായിരിക്കാം. പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ നേരിട്ടുള്ള അന്വേഷണം ദുഷ്കരമാണ്. സാമ്പത്തിക ഉപരോധത്തിനുള്ള പദ്ധതിക്ക് സൂചനകളുണ്ട്. അടിയന്തര ആവശ്യങ്ങൾ താഴെ പറയുന്നവയാണ്: ദുരിതാശ്വാസം, അരിയും ഭക്ഷ്യവസ്തുക്കളും, കുടിവെള്ളം, സാനിറ്ററി പാഡ്, ടവൽ, ഡയപ്പർ, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ് മുതലായ വസ്തുക്കൾ, കുട്ടികൾക്കുള്ള സ്നാക്സ്, കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ, ലഭ്യമായ എല്ലാവിധ പഴയ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ. പുനരധിവാസം. ജനങ്ങളെ സുരക്ഷിതമായി പഴയ ആവാസ വ്യവസ്ഥിതിയിലേക്ക് തിരികെ എത്തിക്കുക. ഉപജീവനത്തിന് ആവശ്യമായ പിന്തുണ, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സഹായം, പ്രായമായവർക്കുള്ള സഹായങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം, നിർമ്മാണ സഹായങ്ങൾ, സമാധാന സംസ്ഥാപനം, സാമുദായിക മൈത്രി. ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ധാരാളം സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഒരുക്കി നൽകുന്നതിനായുള്ള ശക്തി തങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഉദാരമായി സംഭാവന ചെയ്യുക എന്ന ആഹ്വാനത്തോടെയാണ് ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡൊമിനിക് ല്യൂമോന്റെ കത്ത് അവസാനിക്കുന്നത്.